ഇറ്റ്സ് മീ മാനു പൊറ്റബൽ ഫ്രം മാനുസ് കാർ വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് നല്ല രണ്ട് ഇനോവകളാണ്. നമ്മുടെ പ്രേക്ഷകർ അധികവും നമ്മളെ അടുത്ത് ചോദിക്കാറുള്ളത് ഇനോവന്റെ റിവ്യൂ എന്താ കാണാത്തത്, ഇനോവ എന്താ നിങ്ങൾ വിൽക്കാത്തത്, ഇനോവ എന്താ നിങ്ങൾ കാണിക്കാത്തത് എന്ന്. പക്ഷേ നമ്മളതിൽ വരുന്ന ഇനോവകൾ വളരെ കുറച്ചാണ് വരാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ നമുക്കറിയാം സുലഭമായി കിട്ടുന്ന ഒരു വാഹനങ്ങളാണ് റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾ. ഡൽഹി, UP, ഹരിയാന, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും അവിടെ ഓടിയ വണ്ടി ഇവിടെ വന്നിട്ട് ഇവിടെ റീ രജിസ്ട്രേഷൻ ചെയ്ത് വിൽക്കുന്നത് നമ്മളെല്ലാവരും കാണുന്നതാണ്. റോഡിൽ ഇഷ്ടംപോലെ നമ്മൾ അതേപോലെ വണ്ടികളെ നമ്മൾ പരിചയപ്പെടുന്നതാണ്, നമ്മൾ കാണുന്നതാണ്. അപ്പോൾ മാനുസ് കാർ വേൾഡിന്റെ ഞങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റി എന്താന്ന് വെച്ചാൽ ഈ ആക്സിഡന്റ്, ഫ്ലഡ് എഫക്റ്റഡ് റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾ ഞങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ഇല്ല. അതാണ് ഞങ്ങൾക്കുള്ള ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഇനോവകൾ ധാരാളം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾ, ആ റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾ ഓൾറെഡി ഇതിനേക്കാൾ 50,000, 75,000, 1 ലക്ഷം, 1.5 ലക്ഷം രൂപ വില വ്യത്യാസത്തിലാണ് ഇവിടെ ലഭിക്കുന്നത്. ആ സമയത്ത് ഒറിജിനൽ കേരള വാഹനങ്ങൾ വാങ്ങി വിൽക്കാൻ നമുക്ക് കുറച്ച് പ്രയാസപ്പെടും എന്നുള്ള കാരണത്താൽ നമ്മൾ ഇനോവകൾ കുറച്ചാണ് ചെയ്യാറുള്ളത്. എങ്കിലും നമ്മൾ നല്ല നീറ്റായിട്ടുള്ള വാഹനങ്ങൾ കിട്ടുകയാണെങ്കിൽ വാങ്ങാറുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ തന്നെ നേരിട്ട് ബയേഴ്സ്, അതായത് നമ്മുടെ ഡയറക്റ്റ് പാർട്ടീസ് നമ്മളായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി അവരെ കോണ്ടാക്ട് നമ്മൾ നൽകുകയും അവരെ വിളിച്ച് അത് പെട്ടെന്ന് തന്നെ നമുക്ക് സെയിലായി പോകുന്ന ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ് കൂടുതൽ ഇനോവ വീഡിയോസ് നമ്മൾ ചെയ്യാത്തത്. ഇപ്പൊ ഇന്ന് നമ്മൾ എന്തുകൊണ്ടാണ് 2 ഇനോവ വീഡിയോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഒരു പുതുമയുണ്ട്. ഒന്ന് ഇത് 2014 ഒന്ന് ഇത് 2010. പൊതുവെ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മളൊരു 5 വർഷം 8 വർഷത്തിന്റെ ഉള്ളിലുള്ള വാഹനങ്ങളാണ് വാങ്ങി വിൽക്കാറുള്ളത്. പക്ഷെ ഇത് അതിലും കൂടുതൽ പഴക്കമുള്ള ഒരു വാഹനമാണ്. അത് ഇതിനൊരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് ഈ വാഹനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ വാഹനങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വാഹനങ്ങളെ പരിചയപ്പെടുത്തി തരാം, ഇതിന്റെ മോഡലുകളെ പരിചയപ്പെടുത്തി തരാം. അതിനു മുമ്പ് മറ്റൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. മാനുസ് കാർ വേൾഡ് എന്ന നമ്മുടെ സ്ഥാപനം, എന്റെ സ്ഥാപനമല്ല, നമ്മുടെ സ്ഥാപനം 25 വർഷം പൂർത്തിയാക്കി. അതായത് സിൽവർ ജൂബിലിയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. ഈ സന്തോഷം മാനുസ് കാർ വേൾഡിന്റെ കൂടെ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും ആഘോഷിക്കാൻ തയ്യാറായിക്കോളൂ. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. ഇനി വരുന്ന 2024 മാനുസ് കാർ വേൾഡിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. ഈ സിൽവർ ജൂബിലി ആഘോഷത്തിൽ ഞങ്ങളോട് സഹകരിച്ച, ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാവരും ഞങ്ങൾ സന്തോഷിക്കുന്നത് പോലെ നിങ്ങളെയും ഞങ്ങൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് 2024 ഡിസംബർ 31 മുമ്പേ ഞങ്ങൾ കയ്യിൽ നിന്നും വാഹനം പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വിദേശത്തേക്കുള്ള ഒരു ടൂർ ഞങ്ങൾ ഓഫർ ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഞങ്ങൾ കയ്യിൽ നിന്നും വാങ്ങുന്ന വാഹനങ്ങൾക്ക് എല്ലാം ഒരു സർപ്രൈസ് ഗിഫ്റ്റ്, എല്ലാ വാഹനങ്ങൾക്കും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞങ്ങൾ നൽകുന്നുണ്ട്. അതേപോലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, യൂട്യൂബ് അക്കൗണ്ടുകൾ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അതിലേറെ ഉപരിയായിട്ടുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞങ്ങൾ നൽകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി വാഹനങ്ങളെ പരിചയപ്പെടാം. ആരും പറഞ്ഞത് മറക്കണ്ട. ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണോ, ഇതിന്റെ കാര്യങ്ങൾ എന്തെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ www.manuscarworld.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ അറിയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ വെയിൽ നല്ല കാഠിന്യാണ്. ഇതിപ്പോ ഓൾറെഡി നമ്മൾ വീടിന്റെ ഉമ്മർത്ത് വെച്ചിട്ട്, അതായത് വീടിന്റെ മുറ്റത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വാഹനങ്ങളെ പരിചയപ്പെടുത്തി തരാം. ആദ്യമായിട്ട് എന്റെ ഇടത് ഭാഗത്ത് കിടക്കുന്ന 2010 മോഡൽ വാഹനം. ഈ വാഹനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം ഏകദേശം ഒരു 5-6 മാസം ഞാൻ സെൽഫായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള കറക്റ്റ് കമ്പനി സർവീസിലുള്ള ഒരു വാഹനമാണ്. ഇത് ഒരേ ഒരു വ്യക്തി ഡ്രൈവറെ വെച്ചിട്ട് ഉപയോഗിച്ച ഒരു വാഹനം ആയതുകൊണ്ട് മോഡൽ കുറഞ്ഞെങ്കിലും ഞാൻ ഇത് ഏകദേശം ഒരു 4-5 മാസം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. വാഹനം നല്ല പെർഫെക്റ്റ് ആണ്. ആക്സിഡന്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. 2010 വാഹനങ്ങളെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഇതേപോലത്തെ ഒരു വാഹനം കാണാൻ വളരെ റയർ ആയിട്ടായിരിക്കും. കാരണം സാധ്യത വളരെ കുറവാണ്. എന്തായാലും ബമ്പറിൽ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ, ഹെഡ്ലൈറ്റിൽ ഒരു മങ്ങല്, ബോണറ്റിൽ ഒരു ഇത് എല്ലാം ഉണ്ടാവും. പക്ഷെ ഇത് അതൊന്നും ഇല്ലാത്ത നല്ല ഫുൾ ബോഡി നീറ്റ് ആയിട്ടുള്ള ഒരു ഉദ്ദേശം, ഒരു 18 വാഹനത്തിന്റെ അതേ ഫിനിഷിങ്ങോട് കൂടിയ ഒരു വാഹനം ആയതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് V മോഡലാണ്.
ഇന്നോവ 2010 മോഡൽ വി ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 7 സീറ്റർ വാഹനമാണ്. ആക്സിഡന്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വാഹനത്തെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ബോഡി ലൈനും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇനി ഇതിന്റെ ബോണറ്റ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട ബോണറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ടച്ചിങ്ങോ മറ്റു കാര്യങ്ങളോ ഫുൾ ഫിനിഷിങ്ങിൽ ഇതിന്റെ ഇതിൽ വന്ന ക്രോമിയം ആകട്ടെ, ഇത് ഫെയ്ഡ് ആകുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ല. അതേപോലെ ഹെഡ്ലൈറ്റ്, ബമ്പേഴ്സ് ഇതൊന്നും റീപ്ലേസ് ചെയ്തല്ല. ഒറിജിനൽ കമ്പനി 2010 വന്ന അതേ ടൈപ്പിൽ വന്നതാണ്. ഇത് ഒരു കാരണവശാലും ഒരുവിധം വാഹനങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്യാറുണ്ട്. ഇത് കൺവേർട്ട് ചെയ്തില്ല. കമ്പനി ഒറിജിനാലിറ്റി എങ്ങനെയാണോ 2010 ഈ വാഹനം പുതിയതായിട്ട് ഷോറൂമിൽ നിന്ന് ഡെലിവറി ചെയ്തിട്ടുള്ള അതേ മോഡലിൽ ഈ വാഹനം ഇന്ന് നിലനിൽക്കുകയാണ്. ഓക്കെ, ഇനി ഈ വാഹനത്തിന്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഓരോ വാഹനം പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളെടുത്ത് പറയല്ലേ, ഏത് വാഹനം നിങ്ങൾ വാങ്ങുന്ന സമയത്തും ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ ബോഡി ലൈനിങ് ആണ്. ഈ ബോഡി ലൈനിങ് കറക്റ്റ് ആയിട്ട് ചാവി ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ബോഡി ലൈനിങ് കറക്റ്റ് ആണ്. ഇതിന് മിറർ ഗ്ലാസ് പോളിഷ് പോലെ ഇതിന്റെ നല്ല നീറ്റ് ആയിട്ടുള്ള ബോഡി ലൈനിങ് കറക്റ്റ് ആണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. അതൊരു മറ്റൊരു പ്രത്യേകതയാണ്. ഇതിന്റെ ഡിക്കി റീപ്ലേസ് ചെയ്തിട്ടില്ല, റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. ഡിക്കിന്റെ ഇത്രയും പോർഷൻ റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വാഹനത്തിന്റെ ഉള്ളിലേക്കൊന്ന് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ വാഹനത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് പഞ്ചിങ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊന്ന് പൊട്ടിക്കുക റീപ്ലേസ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. നല്ല നീറ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ഇതിന്റെ ലെഫ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിറർ പോളിഷിങ്ങിലാണ്. മറ്റു കാര്യങ്ങൾ പെയിന്റ് ടച്ചിങ് മറ്റു കാര്യങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല നീറ്റ് ആയിട്ട് തന്നെ ഇതിന്റെ ബോഡി അടിക്കുന്നത്. ടയർ കണ്ടീഷൻ ആവറേജ് ടയർ കണ്ടീഷൻ ഉണ്ട്. പിന്നെ വീൽസിലൊക്കെ അലൈ കമ്പനി 2010 ഇതേ ടൈപ്പാണ് അലൈ വരുന്നത്, അത് വരുന്നുണ്ട്. ഇനി വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ ഇന്റീരിയർ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതില് പിന്നെ നമ്മൾ അന്ന് 2010 ഇൻബിൽഡ് സെറ്റ് ടൊയോട്ടയുടെ ഒറിജിനൽ സെറ്റ് വരുന്നത് ഇതാണ്. അതേപോലെ എ സി പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, ഡ്യുവൽ എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ, മ്യൂസിക് അഡ്ജസ്റ്റ്മെന്റ് സിസ്റ്റം എല്ലാം സ്റ്റിയറിംഗിൽ വരുന്നുണ്ട്. ഡ്യുവൽ എയർ ബാഗ് ഈ വാഹനത്തിന് വരുന്നുള്ളൂ. അതിപ്പോ മോഡൽ കൂടിയ വാഹനത്തിന് പിന്നെ ഇസഡ് ഓപ്ഷൻ വാഹനങ്ങളിൽ ഇവിടേക്ക് എയർ ബാഗ് വരുന്നു. അന്നത്തെ ഫുൾ ഓപ്ഷൻ വാഹനത്തിൽ ഈ എയർ ബാഗ് അത് സ്റ്റിയറിംഗിൽ അത് ഡാഷിലാണ് എയർ ബാഗ് വരുന്നത്. ഇതിന്റെ ബാക്കിലെ സീറ്റിലേക്ക് നമ്മൾ ഇന്നോവയിൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് കൂടുതലും ആളുകൾ സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് ഇന്നോവന്റെ ബാക്ക് റോ സെക്കൻഡ് റോ സീറ്റാണ്. അതായത് ഈ സീറ്റിൽ സിംഗിൾ സീറ്റ്, അതായത് ക്യാപ്റ്റൻ സീറ്റ് എന്ന സീറ്റിന് പറയാം. ഈ ക്യാപ്റ്റൻ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടായിട്ടുള്ള യാത്രയാണ്, സുഖമായിട്ടുള്ള യാത്രയെന്ന് എല്ലാവരും പറയുന്നതാണ്. അതുകൊണ്ട് ഇത് 7 സീറ്ററും കൂടെയാണ്. സാധാരണ ഇത് ബെഞ്ച് സീറ്റ് ആയി കഴിഞ്ഞാൽ 8 സീറ്റാണ് വരുന്നത്. ഇത് 7 സീറ്ററും കൂടെയാണ്. അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടി ഈ വാഹനത്തിനുണ്ട്. ഇനി അതേപോലെ തന്നെ ഇത് 2014 മോഡൽ ടൈപ്പ് 4. അത് നമുക്ക് അറിയാൻ പറ്റും 2013 തന്നെ ടൈപ്പ് 4ലേക്ക് ഇന്നോവ ഓൾറെഡി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 2014 മോഡലാണ്. ഇതിന് ഓണർഷിപ്പ് കൂടുതലാണ്. അതായത് ഫസ്റ്റോ സെക്കൻഡോ തേർഡോ അല്ല, ഓണർഷിപ്പ് കൂടുതലുണ്ട്. അത് ഒരു കമ്പനിയുടെ പേരിലായിരുന്നു ഇത്. അവിടുത്തെ മാനേജേഴ്സ് മാറി വരുന്ന മുറയ്ക്ക് അവരുടെ പേരിലേക്ക് അത് മാറിയിട്ടുള്ളതാണ്. അപ്പൊ ഇത് സിൽവർ കളറിൽ വരുന്ന വാഹനമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രോമിയം എല്ലാം നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വാഹനത്തിന്റെ പറയത്തക്ക ഡിഫോൾട്ടുകളൊന്നും ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് കറക്റ്റ് കമ്പനി സർവീസാണ്. ഇപ്പോൾ ഓൾറെഡി ഈ വാഹനം ടൈമിംഗ് ബെൽറ്റ് എല്ലാം കമ്പനിയിൽ നിന്ന് മാറി 1,60,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഇപ്പം എല്ലാം മാറിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ ബോഡി ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല നീറ്റ് ആയിട്ടുള്ള ബോഡി ലൈനിങ് ഇതിൽ കാണാൻ സാധിക്കും നമുക്ക്. ഈ ഗ്രാഫിക്സ് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ സ്കേറ്റിംഗ്, അതേപോലെ താഴെ വരുന്ന ഈ സ്കേറ്റിംഗ്, ബീഡിങ് ഇതെല്ലാം കമ്പനി അന്ന് വരുന്ന സമയത്ത് തന്നെ ഉള്ളതാണ്. പിന്നെ അലൈസ് ചെറിയ മാറ്റം, അതായത് 2010 നിന്നും ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ വാഹനത്തിന്റെ അലൈസ് കണ്ടോ, അലൈസിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് ഓൾറെഡി ഈ വാഹനത്തിലും ഉണ്ട്. ഇതിന്റെ ഡിക്കി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ആക്സിഡന്റ് മറ്റു കാര്യങ്ങളൊന്നും ഈ വാഹനത്തില്ല. ഇതിന്റെ ഡിക്കി നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 7 സീറ്റർ വാഹനം തന്നെയാണ്. നല്ല നീറ്റാണ്. ഇന്റീരിയർ എല്ലാം കാണാൻ നല്ല നീറ്റാണ്. എക്സ്ട്രാ സീറ്റ് കവർ എല്ലാം ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡും വളരെയധികം നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ടുണ്ട്. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലൈസിലും ചെറിയ മാറ്റം വന്നിട്ടുണ്ട് കമ്പനി. ഓക്കെ, ഇതിൽ കാണാൻ പറ്റും ചെറിയ പെയിന്റ് ടച്ചിങ് എല്ലാം നടന്നിട്ടുണ്ട്. ഇല്ല എന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ എങ്കിലും നല്ല നീറ്റായിട്ട് ബോഡി നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്.
ഇനി ഇതിന്റെ ഇന്റീരിയറിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട വാഹനത്തിൽ നിന്നും മാറ്റിയിട്ട് ഉള്ള ഒരു ഇന്റീരിയർ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അതായത് സ്റ്റിയറിംഗിൽ മാറ്റം വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോള് മറ്റു വാഹനത്തിന് ഇവിടെയാണ് വെച്ചിരുന്നത്. ഇത് കുറച്ചും കൂടി ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സെറ്റ് കമ്പനി സെറ്റ് ഇൻബിൽഡ് സെറ്റ് കമ്പനി തന്നെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു വുഡൻ പാനൽ വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഡോറിലും ആ വുഡൻ പാനൽ വരുന്നുണ്ട്. ഇത് 1,70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. 7 സീറ്റർ സിംഗിൾ സീറ്റാണ്. മറ്റെല്ലാം സാധാ ഇനോവയെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയണ്ടല്ലോ. കാരണം ടയോട്ട വാഹനങ്ങൾക്ക് കിലോമീറ്റർ എത്ര ഓടി എന്നുള്ളത് അത്ര പ്രസക്തിയല്ല. കാരണം ഈ വാഹനങ്ങൾക്ക് ഒരിക്കലും എഞ്ചിൻ പരമായിട്ടോ ഗിയർ ബോക്സ് പരമായിട്ടോ കംപ്ലൈന്റ് വരില്ല നമ്മൾ പരക്കായിട്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് 1,70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ കിലോമീറ്റർ റിവേഴ്സ് ചെയ്യുക മറിക്കൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വാഹനം കൂടിയാണ്. ഇനി നമ്മൾ ഇതിന്റെ ബാക്കിലെ സീറ്റിലേക്ക് റോയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള, അതായത് ഇനോവക്കകത്ത് ഓടിക്കാൻ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള സീറ്റ് ഈ സീറ്റാണ്. ഓടിക്കാനല്ല, യാത്ര ചെയ്യാൻ. ഈ സീറ്റിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ സെൻട്രലൈസ്ഡ് AC വരുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മുടെ സീറ്റ്, നമ്മുടെ ഷോൾഡർ ഓൾറെഡി നമ്മുടെ വിൻഡോക്ക് മുകളിലായതിനെ കൊണ്ട് നമുക്ക് പുറം ഭാഗത്തുള്ള കാഴ്ചകൾ കാണാനും പുറത്തെ കുറിച്ച് നമുക്ക് ഇങ്ങനെ കണ്ട് യാത്ര ചെയ്യാനൊക്കെ വളരെ ഭംഗിയായിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഇനോവക്ക് ഓൾറെഡി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനം തന്റെ എക്സ്ട്രാ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി 2 വാഹനങ്ങളുടെ വിലയും മറ്റു കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ നമ്മൾ ഈ 2 വാഹനങ്ങളും ഇപ്പൊ പരിചയപ്പെട്ടു. ഇനി ഇതിന്റെ വിലകളും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാകും. അതേപോലെ തന്നെ ഇതല്ലാത്ത ഈ മാനുസ് കാർ വേൾഡിന്റെ കയ്യിൽ മറ്റെന്തെല്ലാം വാഹനങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ലഭിക്കാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ ഞങ്ങളുടെ കയ്യിൽ പർച്ചേസ് ചെയ്ത് വെച്ച വാഹനങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് നമ്പറായ 9188551234 എന്ന ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ വാഹനങ്ങളുടെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും, അതായത് ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെല്ലാം വാഹനങ്ങൾ വേണമെന്ന് അതിന്റെ വിവരവും, ഇനി ഓൾറെഡി നിങ്ങൾ ആവശ്യപ്പെടുന്ന വാഹനം ഞങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ആ വാഹനം ഉടനെ തന്നെ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ, അതായത് ഞങ്ങൾ പർച്ചേസ് ചെയ്ത് ഉടൻ തന്നെ നിങ്ങളെ വിവരം അറിയിക്കാൻ, ഈ ഇങ്ങനത്തെ എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടാം. 9188551234 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ് അക്കൗണ്ടുകൾ നിങ്ങൾ ഫോളോ ചെയ്തോളൂ, ഞങ്ങളെ കൂടെ കൂടിക്കോളൂ. നിങ്ങൾക്ക് അതിഗംഭീരമായിട്ടുള്ള ഒരു ഗിവ് ഞങ്ങൾ നൽകുന്നതാണ്. അത് വളരെയധികം സന്തോഷത്തോടു കൂടി അത് നിങ്ങളോട് പറയാണ്. ഇനി ഈ 2 വാഹനങ്ങളുടെ കൂടെ വിലകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ആദ്യമായിട്ട് ഇത് 2014 മോഡലാണ്. ഈ 2014 മോഡൽ ഇത് ഓണർഷിപ്പ് കൂടിയ വണ്ടിയാണ്. ഇത് 1,70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസിൽ ഓടിയ വണ്ടിയാണ്. ഇത് സിൽവർ കളറാണ്, വി ഓപ്ഷൻ ആണ്. ഈ വണ്ടിക്ക് വരുന്ന വില 11,50,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. ഇതിന് ഏകദേശം ഒരു 10 ലക്ഷം രൂപ വരെ നമുക്ക് ലോണും അവൈലബിൾ ആയിട്ട് വരും. ഓക്കെ, ഇനി ഇത് 2010 മോഡലാണ്. 2,35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ആക്സിഡന്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് നമുക്ക് 7,10,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. സോറി, ബസ്സിന്റെ ഹോളില് നിങ്ങൾ വില കെട്ടിലേക്ക് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. 7,10,000 രൂപയ്ക്ക് 2010 മോഡൽ ഇനോവ വി ഓപ്ഷനിൽ വരുന്ന വാഹനം, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇതിന് നമുക്ക് ഏകദേശം ഒരു 5 ലക്ഷം, 5.5 ലക്ഷം, 6 ലക്ഷം രൂപ വരെ നമുക്ക് ലോണും അവൈലബിൾ ആയിട്ട് കിട്ടും. ആ വാഹനത്തിന് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ലക്ഷം ലോണും അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മാനുസ് കാർ വേൾഡിൽ നിന്നും മാനു ഉടനെ തന്നെ ഒരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. അതുവരേക്കും ബൈ.